ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡെസ്ക് ഇന്നൊന്ന് അടുക്കി പറക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. നേരത്തെ ഒരു നമ്മുടെ ആന കരിമ്പ് കാട്ടി കയറിയ പോലെയാണ് എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥയായിരുന്നത്. അപ്പോൾ ഇന്ന് അത് ഞാൻ അടുക്കി പറക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് അടുക്കി പറക്കുകയെന്നൊന്ന് നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കാർഡ്ബോർഡ് പെട്ടിയില്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് പെട്ടി, അതിനെ രണ്ട് പെട്ടി എടുത്തിട്ട് രണ്ട് നിലയാക്കിയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് റോളായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് എന്തോ സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടി, അതിനെ ഞാൻ റോളാക്കി, കാണാൻ തോന്നുന്നു, റോളാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ബുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം, ഷെൽഫ് പോലെ, അതും കാർഡ്ബോർഡ് പെട്ടിയാണ്. നിങ്ങൾ ഈ വീതിയുള്ളത് കിട്ടുമെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എനിക്ക് വീതിയുള്ളത് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചെറിയ പെട്ടി രണ്ടാക്കിയിട്ട് ഷെൽഫ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് തൈര് ഇതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കപ്പാണ്. അപ്പോൾ ആ കപ്പിന് വലുത് രണ്ടെണ്ണം ഉണ്ട്, ചെറുതുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടും, സാധനമൊക്കെ ഇട്ട് വയ്ക്കാനേ. ഓക്കെ, നമ്മൾ ഈ വേസ്റ്റ് സാധനം വെറുതെ ഇങ്ങനെ പ്ലാസ്റ്റിക് കളയുന്ന കാട്ടി അത് റീയൂസ് ചെയ്താൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും, നമുക്കൊരു സന്തോഷമായിരിക്കും. പെയിൻ്റ് അടിച്ചതൊന്നും പെർഫെക്റ്റ് അല്ല, ഞാൻ അടിച്ചതാണ്. നമുക്കൊരു സന്തോഷമില്ല നമ്മൾ ചെയ്ത സാധനം ഇങ്ങനെ ഡെസ്കിലൊക്കെ വെക്കുന്നത്. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫൈനലായിട്ട് ഇതാണ് എൻ്റെ ഡെസ്ക്. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡെസ്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിലിങ്ങനെ പ്ലാസ്റ്റിക് കപ്പുകളോ കാർഡ്ബോർഡ് ബോക്സസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഐഡിയ ഒക്കെ ചെയ്ത് നല്ലതായിരിക്കും. ഇവിടെ മുകളിലത്തെ നിലയ്ക്ക് വേണ്ടിയിട്ടേ ഇത് നിൽക്കാൻ ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത്. താഴെ ഞാൻ ഹോൾ ഇട്ടിട്ടാണ് ഇങ്ങനെ തൂണ് പോലെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.